ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ എന്താ പറയുക, ഇന്ന് പല തരം വെറൈറ്റീസ് ഓഫ് ദോശയാണ് നമ്മളിന്ന് കവർ ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ വഴുതക്കാട് ജംഗ്ഷനാണത്. വഴുതക്കാട് ജംഗ്ഷനിൽ നിന്ന് ജഗതിക്ക് പോകുന്ന റൂട്ടിൽ കുറച്ച് ഫ്രണ്ടിൽ തന്നെ കയറുമ്പോൾ തന്നെ നമ്മുടെ ഹിന്ദി പ്രചാര സഭയാണ്. എൻ്റെ ബാക്കിൽ അതാണ് ഹിന്ദി പ്രചാര സഭയുടെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഇന്ന് പോകാനുള്ള ഹോട്ടൽ ദോശക്കട, ദോശ.com. ഇവിടെ 100-ൽ പരം എന്താ പറയുക വെറൈറ്റീസ് ഓഫ് ദോശയാണുള്ളത്. നമുക്ക് എന്തായാലും ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും എല്ലാം പുള്ളി കയറിയിട്ട് അറിയാമല്ലേ. കുറച്ച് ഇത് പോകാം. നമസ്കാരം ചേച്ചി. ഇതാണ് ജയശ്രേജിലാണ് നമ്മുടെ ദോശ.com അല്ലേ. ചേച്ചി ഒറ്റയ്ക്കാണോ ഓണർഷിപ്പ്? ഓണർഷിപ്പ് ഒറ്റയ്ക്ക് തന്നെയാണ്. പക്ഷെ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ട് കൂടെ ഉണ്ട്, ഒരു ചേച്ചി കൂടെ ഉണ്ട്. ചേച്ചി കൂടെ ഉണ്ടല്ലേ. ചേച്ചി എനിക്ക് ഇങ്ങനെ സപ്പോർട്ടുണ്ട്. ഇപ്പം ഇത് എത്ര നാളായി നമ്മൾ തുടങ്ങിയിട്ട്? ഇപ്പോൾ 2 മാസം ആവണം. 2 മാസം ആവുന്നുള്ളൂ അല്ലേ. ഇപ്പോൾ കറക്റ്റ് വഴുതക്കാട് ജംഗ്ഷനിൽ തന്നെ തുടങ്ങി. എന്തുകൊണ്ട് നമ്മളിപ്പോൾ ദോശ.com കൂടി ചേർത്ത് ഒരു വെറൈറ്റി ഒരു പേര്? അതെന്തെന്ന് പറഞ്ഞാൽ എൻ്റെ മോള് അവർ ഇതാണ്, ഒരു 10-20 വയസ്സായി. അപ്പം അവരുടെ ആ പ്രായത്തിലെ പിള്ളേരെല്ലാവരും കൂടെ ചേർന്നിരുന്നിട്ട് കുറേ പേര് സെലക്ട് ചെയ്തു. അപ്പോൾ അവളുടെ ഒരു ഫ്രണ്ടാണ് അഖില എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്രണ്ടാണ് ഈ പേര് സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി. കുറേ പേര് വന്നു, ഒത്തിരി പേര് വന്നു. അതിൽ ഞങ്ങൾക്ക് ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. ഞങ്ങളെല്ലാവരും കൂടുതൽ പേര് പൊക്കിയത് ഈ പേരെന്നാണ്, ദോശ.com. നമ്മൾ അടിച്ചു നോക്കിയപ്പോൾ അത് വേറൊരാൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചൈനക്കാരൻ. അപ്പം ഞങ്ങൾ ദോശാസ് ആക്കി. ദോശാസ്.com ആണ്. അയാള് ദോശ.com ഉണ്ട്. അപ്പൊ ഞങ്ങൾ നോക്കി ദോശാസ്.com ആക്കി. അങ്ങനെ എടുത്തതാണ്, സെലക്ട് ചെയ്ത്. ശരിക്കും പറഞ്ഞാൽ ദോശാസ്.com ശരിക്കും നമ്മളെന്താ 100-ൽ കൂടുതൽ 128 വെറൈറ്റിയോളം ഉണ്ട്. അതിൽ ഒരു 120 വെറൈറ്റി ഇന്നും അവൈലബിൾ ആണ്. മറ്റേത് എന്ന് പറയുമ്പോൾ പ്രോൺസ്, മറ്റേ കണവ, അങ്ങനെ കുറച്ച് ഫിഷ്, പിന്നെ ചില സാധനങ്ങൾ നമുക്ക് അന്ന് കാണും അവൈലബിൾ അല്ലെങ്കിൽ അത് ബാക്കി എല്ലാം അവൈലബിൾ ആണ്. എന്തുകൊണ്ട് ബാക്കിയുള്ള ചൈനീസും ബാക്കിയുള്ള കുസീൻസ് ഒന്നും ഇൻക്ലൂഡ് ആക്കാണ്ട് നമ്മുടെ ഈ ദോശ സ്പെഷ്യാലിറ്റി ഒരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ തുടങ്ങിയ കാര്യം? അതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ എല്ലാ ഹോട്ടലിൽ ചെല്ലുമ്പോഴും നമുക്ക് ചപ്പാത്തി, പൊറോട്ട, ഫ്രൈഡ് റൈസ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും കിട്ടും. അപ്പം നമുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി വേണം. നമ്മളെ അന്വേഷിച്ച ആളുകൾ വരണം, നമ്മളെ അന്വേഷിച്ച ആളുകൾ വരണം. അപ്പം നമുക്ക് ദോശ ഒരുവിധം നമ്മളെ മലയാളികൾക്കൊക്കെ, ഞാനിപ്പോൾ ഹോട്ടലിൽ തുടങ്ങിയിട്ട് ഞാൻ നോക്കിയപ്പോൾ മലയാളികൾക്ക് നല്ല വെളിയിൽ നിന്ന് വരുന്നവർക്കും എല്ലാം ദോശ ഇഷ്ടമാണ്. കാരണം അത് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ദോശ ഇങ്ങനെ ചുട്ട് നേരിട്ട് നമ്മൾ സെർവ് ചെയ്യുവാണ്. അത് അവർക്കത് വിശ്വാസമാണല്ലോ. ദോശ ഒരിക്കലും നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. പൊറോട്ട, ചപ്പാത്തി ഒക്കെ നമുക്ക് നേരത്തെ ചെയ്ത് വെക്കാം. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രഷായിട്ട് നമ്മൾ അവർക്ക് കൊടുക്കണം. ആ വിശ്വാസമുണ്ട്, ഞങ്ങൾക്കത് കൊടുക്കാന്നുള്ള ഒരു സന്തോഷവും ഉണ്ട്. അതെ അതെ. നമുക്ക് ഓപ്പൺ കിച്ചൺ ആണ്. ഇവിടെ ഗ്ലാസ് ഇട്ടേക്കുവാട്ടോ. കിച്ചൺ നമുക്ക് കാണാം, ഉണ്ടാക്കുന്നത് കാണാം. അത് ഒത്തിരി കൂടി നല്ല വിശ്വാസം കൂട്ടും. ചില സമയത്ത് നമുക്കൊരു ടെൻഷൻ വരും, നമുക്ക് ഉപ്പ് നോക്കാൻ പറ്റില്ല. ഉപ്പ് നോക്കിയിട്ട് ഇങ്ങനെ നോക്കുമ്പോ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ കുഴപ്പമില്ല, നമ്മള് ടേസ്റ്റ് നോക്കിയേ ഭക്ഷണം കൊടുക്കാവൂ എന്നുണ്ടല്ലോ. നമ്മളെ ടേസ്റ്റ് നല്ലതാണെങ്കിലല്ലേ കൊടുക്കാവൂ. അപ്പൊ ഞങ്ങളിങ്ങനെ ഉപ്പൊക്കെ നോക്കാറുണ്ട്, അടുത്തേക്കുന്നവര് ഉപ്പ് ശരിയാണോ എന്ന് നോക്കിക്കാറുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത്, കാരണം അത് നല്ലതാണെങ്കിലല്ലേ കാര്യമുള്ളൂ. ഒന്നും നോക്കാണ്ട് മണം അറിഞ്ഞൊന്നും ടേസ്റ്റ് അറിയാൻ പറ്റൂല. അതൊക്കെ വെറുതെ പറയണതാണ്, മണം കണ്ടത്. അപ്പം നമ്മൾ ഉപ്പ് നോക്കി തന്നെ കൊടുക്കും. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നുള്ളത്, തിരക്ക് വരുന്ന സമയത്താണ് ഇവിടെയൊക്കെ ഒത്തിരി പേരിങ്ങനെ നിൽക്കും. അപ്പം അവർ വെറുതെ നിൽക്കുമ്പോൾ അങ്ങോട്ട് നോക്കും. അപ്പം അവിടെ വന്നിങ്ങനെ എത്തി നോക്കി ഇങ്ങനെ കണ്ടോണ്ടൊക്കെ നിൽക്കാറുണ്ട്. ശരിക്കും ഞങ്ങൾ നേരത്തെ ഒരു എപ്പിസോഡിൽ അമ്മച്ചിക്കട എന്ന് പറഞ്ഞ പോയിരുന്നു. ശരിക്കും അവിടെയും ഒരു വുമൻ എംപവർമെന്റ് എന്ന രീതിയിൽ അമ്മച്ചിയാണല്ലോ അടുത്തൊരു. ഇപ്പൊ അടുത്തത് നമ്മുടെ ജയശ്രേച്ചിയാണ് ഇതിന് മൊത്തം ഓണർഷിപ്പ് നോക്കി നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ എന്റെ റെസിപ്പി തന്നെയാണ് ഇത്, ഫുൾ എന്റെ റെസിപ്പി തന്നെയാണ്. ഇപ്പൊ ഇതേ പേരിൽ ചിലപ്പോൾ വേറൊരിടത്തൊരു ദോശ ഉണ്ടാവാം, പക്ഷെ ഒരിക്കലും ദോശ ആയിരിക്കില്ല ഇവിടെ. ഇപ്പൊ നമ്മൾ സോൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു സ്ഥലത്ത് സോൾട്ട് ആൻഡ് പെപ്പർ കഴിച്ചിട്ടില്ല. അപ്പൊ എൻ്റെ ഒരു മനസ്സിന്റെ ഒരു ഇത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ സോൾട്ട് ആൻഡ് പെപ്പറാണ് നമ്മുടെ. അതുപോലെ ചിക്കൻ മസാല എന്ന് പറഞ്ഞാൽ വേറൊരിടത്തെ ആയിരിക്കില്ല, എൻ്റെ ഒരു രീതിയിൽ ഞാനൊരു റെസിപ്പി ഉണ്ടാക്കി അങ്ങനെയാണ് ചെയ്യണത്. പിന്നെ പേരുകൾ നമ്മളൊരു രസത്തിന് കുറേ പേരുകൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തു. അതാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ ഇത് നോക്കിയപ്പോഴാണ് ബഡ്ജറ്റ് മീൽ
നാടൻ സദ്യ ഉണ്ടല്ലോ സദ്യ ഉണ്ട്. അത് കുറേ പേര് ആവശ്യപ്പെട്ടിട്ട് ഞങ്ങൾ തുടങ്ങിയതാണ്. ഇപ്പൊ 2 ആഴ്ചയായുള്ളൂ. ഇങ്ങനെ പിന്നെ 10 അധികം വെറൈറ്റീസ് പൊറോട്ട ഞങ്ങൾ അതിങ്ങനെ ഇപ്പം തുടങ്ങിയിട്ടില്ല. ഞങ്ങളിപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ, അതായത് ഓണത്തിന്റെ ഈ തിരക്കൊന്ന് കഴിഞ്ഞാൽ പൊറോട്ട. അതും സാധാരണ നമ്മൾ ഇവിടെ കിട്ടുന്ന പൊറോട്ടാസ് അല്ല. പനീർ പൊറോട്ട, പിന്നെ അങ്ങനെ കുറേ വെറൈറ്റി, സിംഗപ്പൂർ പൊറോട്ട, സിലോൺ പൊറോട്ട, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. ഫിഷ് ഫ്രൈ, നമ്മളെ സാധാ വെള്ളപ്പുട്ട്, ചമ്പാവരി പുട്ട്, പിന്നെ കപ്പ, 15 വെറൈറ്റീസ്. പിന്നെ ബിരിയാണി 15. ദം ബിരിയാണി ഉണ്ട്, പിന്നെ മലബാർ സ്പെഷ്യൽ ബിരിയാണി ഉണ്ട്, പിന്നെ ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, പിന്നെ മഡ്ക ബിരിയാണി, മുള ബിരിയാണി, പിന്നെ ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പ്രോൺസ്, അങ്ങനെ ഒരുപാട്. നമ്മൾ 15 അല്ല, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10-25 പോകും. കൊള്ളാം. എന്തായാലും നമുക്ക് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതിൽ കൂടുതൽ നമുക്ക് അടുക്കളയിൽ പോയി ഉണ്ടാക്കാം. അതല്ലേ? നേരെ തന്നെ കാണാൻ കിച്ചൺ. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകും.